ദമ്മസോട് അടിക്കാൻ വേണ്ടിയതാ രാത്രി. മോര് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിതാ നമ്മൾ ഈ ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കൊറിയർ ഓഫീസിൽ പോവുകയാണ്. മാഷാഅല്ലാഹ് കുഴപ്പമില്ലാത്ത ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാവരായിട്ട് ഓർഡേഴ്സ് തന്ന എല്ലാവരായിട്ട് സോ അതാത് ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാർ നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് ഓർഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഐറ്റംസൊക്കെ നമ്മളിതാ കൊറിയർ ചെയ്യുകയാണ്. അപ്പം ഞാൻ കൊറിയർ ഓഫീസിൽ നിന്ന് വന്ന ടൈമിൽ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ മിൽമൻ്റെ കട്ട തൈര് പാൽ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊറിയർ ഓഫീസിൽ നിന്ന് വന്ന ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിതാ അരീക്കോട് പോയി വന്ന ടൈമിൽ ഇതാ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കിഡിൽ തന്നെ ഒരു ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് മാങ്ങ കണ്ടാലൊരു ചെയ്യലില്ല, പക്ഷേ എന്നാലും കഴിക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനിതാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഈത്തപ്പഴം വേണം. അപ്പോൾ അത് ഞാനൊരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിതാ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേണ്ടത് പാലും അതുപോലെ തന്നെ വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടും കുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പ് ഇറക്കുന്ന ടൈമിൽ നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ വെള്ളം തന്നെ വേണം കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കട്ടൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മാംഗോ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ ഡയലൂട്ട് ചെയ്ത് കുറച്ച് നീട്ടിയാണ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അടിച്ചു നോക്കട്ടോ. അലീസയോ അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇത് നല്ല കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്തമ്മ? ഇതിൽ ഏലക്കായി, തേങ്ങ, നല്ലോണം ചീരുള്ളി എല്ലാ വക ഇട്ട് വേവിച്ചു. എന്തെന്നപ്പോൾ തേങ്ങ അലീസാല് ആ വിസിലിൻ്റെ കണക്കൊന്നുമില്ല, വേവിടേനനുസരിച്ച് വിസില് വെള്ളം എറിയാലും വിസിലിങ്ങ വന്നില്ല. ഇത് വേവ് അലീസ എന്ന് വെച്ചാൽ നല്ല വെന്ത് തൊലിങ്ങട്ട് പസ്മയായിരുന്നു. പസ്മ കടി എന്നിട്ടിത് നല്ല നെയ്യിൽ അണ്ടി, മുന്തിരി, വെല്ലുള്ളി, ചീരുള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കുടിക്കുക. അലീസ എന്നതിന് പറയാം, മനസ്സിലായോ? ഗോതമ്പ് വെച്ചതല്ല, നോമ്പിന് വെക്കണ അലീസ. ഗോതമ്പ് ചോറ് പറഞ്ഞാൽ കുറച്ച് തേങ്ങയും കുറച്ച് ഉപ്പിട്ടുകാട്ട് ഒപ്പടം വെച്ചിട്ട് ചോറാക്കിയിട്ട് ആണ് ഗോതമ്പ് ചോറ്. ഇത് ശരിക്ക് അലീസയാണ്. അപ്പം ഇന്ന് നമ്മ കുറച്ച് പത്തിരിയും പിന്നെ അതുപോലെ നമ്മുടെ അലീസയും പിന്നെ നമ്മുടെ 2 തരം ജ്യൂസ് ഉണ്ടാവും. ഉമ്മാൻ്റെ മുന്തിരി ജ്യൂസ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്തിരി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണം. അപ്പം ഇന്ന് നമ്മളിതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മ മാങ്ങൻ്റെ ആളാണല്ലോ അമ്മ. അപ്പോൾ മാങ്ങ ജ്യൂസും പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച 2 സ്നാക്സ് ഉണ്ടെന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ക്ഷീണകം ഓവറാണ് ഇപ്പം ലാസ്റ്റിക്ക്. അപ്പോൾ നമ്മതാ നെയ്യിലിതാ അപ്പോൾ നമ്മതാ നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇമ്മ നല്ല ആഡ് ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ഉള്ളി ഇതൊക്കെ അതിലിട്ടു. പിന്നെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം. അലീസ എനിക്കറിയാലോ, എനിക്കറിയാം. അലീസ നിങ്ങളെ മാതിരി അഞ്ഞ സാധനം, നിങ്ങളെ മാതിരി അലിഞ്ഞ സാധനല്ലേ. നിങ്ങളെ വീട്ടിൽ കൊടുക്കണ്ടാവും വലിയ ചെമ്പ്, അല്ല വലിയ ചെമ്പിലൊക്കെ ഉണ്ടാക്കീന്. കണ്ണൽപ്പേക്കാരം ഇത് നിങ്ങൾക്കല്ലേ? ആരറിഞ്ഞേ? ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കഴിച്ചാൽ ഇല്ലെങ്കിലും വെച്ച് ടെൻഷനല്ലേ. അപ്പം ഉമ്മാൻ്റെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി വറവിട്ടു സെറ്റ് ആക്കിയിട്ടുണ്ട്.
നെയ്യില് പിന്നെ ഒട്ടും കുറവുണ്ടാവുന്നു. ഇതാണ് തണുത്തിട്ടെടുത്ത് നെയ്യിലിങ്ങട്ട് യസ്മിനെ 10 പത്തിരി തിന്നണേന് സമയത്താണ്. പിന്നെ പത്തിരി എത്തില്ലല്ലോ. നെയ്യിലിങ്ങട്ട് ചാലിച്ചെഴുതും. എന്ത് ഇനി ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 10 രൂപ 20 രൂപ കൊടുക്കാൻ വന്നാൽ കൊടുക്കാനും ഉണ്ട് ഇപ്പൊ ഇത്. ഒരു പ്ലേറ്റിന് റുക്കിയാത്താന്റെ സ്പെഷ്യലിന് 10 രൂപ. എത്ര? തേങ്ങ, ഏലക്കായ, ചീരുള്ളി, വെല്ലുള്ളി, പൂവ്, പട്ട, പിന്നെ നെയ്യിൽ ഉള്ളി ഇതിട്ടു. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടില്ല. പിന്നെ ഒരു അപ്പോൾ വണ്ടി കൊടുത്ത സുഖിപ്പൊക്കെ വേണം. ഒരു കുക്കത്തോട്ട് വേണം. അത്രക്കുണ്ട്. ആയി പറയുമ്പോ വികൃതക്കുമ്മയാണ്. വികൃതം. സ്കൂൾ വെക്കേഷൻ മേലെ വരെയോ? ആ എന്നാ തലമുട്ടല്ലിട്ടോ. തലമുട്ടല്ലേ തലമുട്ടല്ലിട്ടാ. ആ അയ്യോ അയ്യോ. അപ്പോൾ ഇന്നിതാ നമ്മുടെ സ്നാക്സ് ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചിക്കൻ റോളും പിന്നെ ബ്രെഡ് പോളയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ചായ എല്ലാം നമ്മളിതാ ഇവിടെ ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാംഗോ ജ്യൂസ് ഉണ്ട്. പിന്നെ ഇത് ഉമ്മാൻ്റെ അലീസ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അവിടെ ഉപ്പ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുന്നതിന് മുന്നേ നോമ്പറത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്തിട്ട് നിങ്ങളുടെ പത്തിരി വേണ്ടവർക്ക് പത്തിരി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇക്കാൻ്റെ വെറൈറ്റി ആയിട്ടുള്ള മൊജിറ്റോ ഉണ്ടാക്കുന്നുണ്ട്. ഇരിക്കുന്നുണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ കാശ്. അപ്പൊ അസുവിനില്ല. അസുട്ടി ഉണ്ടാക്കണേ. സവനെ പോയിച്ചോ? നോക്കി മോജിറ്റോ പറഞ്ഞതല്ലേ നമ്മളിഞ്ഞി അത് കഴിഞ്ഞിട്ട് ബാക്കി എനിക്കും തരണം കേട്ടോ. ആ ഇതുണ്ടോ? നമ്മളെ മൊജിറ്റോ സെറ്റായി. അസൂന് മൊജിറ്റോ വേണ്ട. അസൂന് സെവനപ്പതി പറഞ്ഞത്. ഓ സെവനപ്പ് പിടിക്കണ്ടോ? അവന് മൊജിറ്റോ വേണ്ടല്ലോ. മറ്റു വേണ്ട. എങ്ങനെയുണ്ട്? ഇത് വേണോ? അടിപൊളിയാ. ഞം ഞം ഞംന്ന് മമ്മാക്ക് കൊടുത്താളേ. കുറച്ച് മമ്മാക്ക് കൊടുത്താളേ. മമ്മ അതാ ക്ലാസ് ആയിട്ടും വന്ന് എടുക്കാം നോക്കട്ടമ്മ. ക്ലാസ്സിൽ കൊടുത്ത് എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? സെറ്റാ? അപ്പോൾ നമ്മൾ ഇന്നിതാ നോമ്പൊക്കെ കറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അരീക്കോട് പോവാണ്. ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇക്കയല്ല കേട്ടോ, ഞാനും ഉമ്മയാണ് പോകുന്നത്. ഉമ്മക്ക് കുറേ ദിവസമായി നമ്മളിങ്ങനെ കുടിക്കുന്നതൊക്കെ കാണുമ്പോൾ സോഡയൊക്കെ കുടിക്കാൻ വലിയ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഉമ്മാനെയും കൊണ്ടുവന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് നൈറ്റിൽ കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 8 മണി ആ ടൈം എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും ഉമ്മാക്കിത് കുളിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്തി വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഹസും ഞാനും ഉമ്മയുടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം കാണുമ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പോവല്ലേ. അപ്പോൾ അമ്മ മാറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഹസുവോ നമ്മളെങ്ങോട്ടാ പോണേ? ഹസുവിന് ഹെഡ്സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുത്താ ഹെഡ്സെറ്റ്? കാണിച്ചു കൊടുത്താ? ഇതാ അവന് ഹെഡ്സെറ്റൊക്കെ ഉണ്ട്. ഹെഡ്സെറ്റ് എല്ലാം ഇട്ടി. അവന് ചെവിയിൽ കാറ്റുള്ളതൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവം അല്ലേ ഹസുവോ? നിങ്ങളെങ്ങോട്ടമ്മ സാധനം പിടിക്കാൻ സോഡ പിടിക്കാനാ? ദമ്മ സോഡ പിടിക്കാൻ വേണ്ടിയതാ രാത്രി. അപ്പോൾ ഒരു 8 മണിക്ക് നമ്മൾ ദമ്മ സോഡ അടിക്കാൻ പോവാം. ഓക്കെ സെറ്റല്ലേ? സെറ്റല്ലേ? അല്ല സവനെ പിടിച്ച് വയററിയാ. അമ്മ നിങ്ങൾക്ക് എന്താ ഉണ്ട്? ടെൻഡർ കോക്കനറ്റാ? എന്താ ചിക്കു? ചിക്കു
പിന്നെ വേറെ എന്താ ഫ്ലേവർ? ഐസ്ക്രീം ചലച്ച. ആദ്യം ഇത് കഴിക്കും. ഇവിടെ ഇരുന്നോ? ഇല്ലേ? ഉമ്മാക്ക് ടെൻഡർ, എനിക്ക് ടെൻഡർ. മോര് ഉമ്മാക്കിതാ മോര് വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന. അപ്പോൾ ഇന്ന് ഞാനും ഇക്കി ഹസ്ബാണല്ലേ വരില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഓരോ ഐറ്റംസൊക്കെ ഇവിടെ സ്റ്റാളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അത് കാണാനും കുടിക്കാനും വലിയ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങി അത് ഉമ്മാക്ക് ഞങ്ങൾ കഴിക്കുന്ന ഏരിയയിലൊക്കെ കൊണ്ടുപോയിട്ട് ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഐസ്ക്രീം പാർലറിൽ പോയി അവിടുത്തെ ഐസ്ക്രീം നമ്മളിപ്പോൾ ഇന്നും കഴിക്കുന്നത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട്. അപ്പോൾ അത് കഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നു നമ്മളിതാ കുലുക്കി, അതുപോലെ തന്നെ കുടം കുലുക്കിയോ അന്ന് കിളി പോയ കുറേ ഐറ്റംസിൻ്റെ പേരൊക്കെ പറഞ്ഞു. അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മ എന്ത് കുടിക്കുന്നതിനുള്ള ഡൗട്ടിലായിരുന്നു. അപ്പോൾ എന്തായാലും ഉമ്മ അതാ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട്. ഭയങ്കര എരിവെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അപ്പോൾ എന്തായാലും നമ്മൾ അരീക്കോട് ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഏകദേശം 11-12 മണിയായാലും ഇവിടുത്തെ തിരക്കൊന്നും തീരാറില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് റൈഡ് എന്നാൽ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. നമുക്ക് യാത്രയ്ക്ക് എപ്പോഴും നൈറ്റാണല്ലേ ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഏകദേശം നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതിനൊരു 10:15 അതുവരെ നമ്മൾ ഇവിടേക്ക് അവിടെ നിന്നൊക്കെ ഓരോന്ന് കഴിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. കാരണം ഉമ്മ എന്നും വരില്ലല്ലോ. അപ്പോൾ ഉമ്മാക്ക് നമ്മൾ കഴിക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ എല്ലായിടത്തും പോയിട്ട് വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ എങ്ങനെ ഹോട്ടലിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ടാല് നമ്മളെ രാജാവ് ഞങ്ങൾ പോകാട്ടോ. ഇവിടുക്കല്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതൊക്കെ വെച്ച് നോക്കി. ഞാൻ ഇതുവരെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഏകദേശം നമ്മുടെ ഈ ഒരു ഓർഡറും കാര്യങ്ങളും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സമാധാനത്തിൽ എടുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പാകിസ്ഥാനി ടൈപ്പും അതുപോലെ ഇനായൻ്റെ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ അതാ ജസ്റ്റ് നോക്കി. അപ്പോൾ ഉമ്മാക്ക് ഒരുപാട് നല്ല ഐറ്റംസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ ഉമ്മ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. കാരണം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുരിദാർ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ആൾ ഇടൂല എന്നുള്ളൂ. അപ്പോൾ കുറേ കാലം ഞാൻ കല്യാണം കഴിച്ച ഉടനെയൊക്കെ ഉമ്മാനെ ഞാൻ ചുരിദാർ ഇട്ടാണ്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ചുരിദാറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മ ഇതാ എല്ലാം സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഓരോ കളേഴ്സും ഞാനിതാ ഷോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോൾ ചുരിദാറൊക്കെ വെച്ചിട്ട് ഉമ്മാക്ക് എങ്ങനെയുണ്ടെന്ന് ഉള്ള അഭിപ്രായം നിങ്ങളൊന്ന് പറയണം കേട്ടോ. നല്ല ഭംഗിയുണ്ടോ എന്താന്ന്. അപ്പോൾ അത് നല്ല സ്റ്റൈലുള്ള ഒരുപാട് ചുരിദാറൊക്കെ ഉമ്മ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുരിദാറിന്റെ പൈസ ഈ അക്കൗണ്ട് ചുരിദാറിന് 40,000 40 സ്വന്തം അമ്മല്ലേ? സ്വന്തം അമ്മ കാണിച്ചതാണ്. നമുക്ക് വേണ്ടി
ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. നമ്മുടെ ഇതാ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചായയും അതുപോലെ തന്നെ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഒരുപാട് ഫ്ലേവറുള്ള ചായൻ്റെ ഒക്കെ ഒരു കോംബോ ഉണ്ട്. അത് നമ്മൾ എന്ന് കുടിക്കുന്ന കേട്ടോ. അതുപോലെ ഒരുപാട് ടേസ്റ്റ് ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ അത് ഉമ്മാക്ക് പിന്നെ ചായ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമല്ലേ. അപ്പോൾ അത് ഉമ്മാക്ക് ചായ കിട്ടിയ സന്തോഷത്തിൽ ഇതാ ചായയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമ്മക്കായാണ്. പക്ഷേ നമുക്കൊരു കല്ലുമ്മക്കായ എന്ന് കിട്ടിയിട്ടുള്ളൂ. അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. ആളുടെ നിന്ന് നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതാ എല്ലാം ഏകദേശം കല്ലുമ്മക്കായൻ്റെ നുണയനാണ്. നിങ്ങൾ കഴിച്ചു നോക്കിമ്മ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ടൈപ്പാണ്, ഷോർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പിക്കൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസിൻ്റെ വൈറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ബ്ലാക്ക് നമ്മൾ ഒരു 10-20 പീസ് കൊണ്ടുവന്നിട്ട് ഫുൾ സോൾഡ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ ഇന്നലത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈറ്റ് അടിപൊളി കളറാണ്, കണ്ടില്ലേ? വൈറ്റിൻ്റെ ഒരു ഭംഗി, നല്ല ഭംഗിയുള്ളൊരു കളേഴ്സ് തന്നെയാണ്. 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ വൈറ്റ്. ഇതുവരെ നമ്മൾ ബ്ലാക്ക് ആയിരുന്നു കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. വൈറ്റും അടിപൊളിയാണ്, അതുപോലെ ബ്ലാക്കും പൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർഡർ എടുക്കുക. നമ്മൾ തിങ്കളാഴ്ച വരെ ഓർഡർ എടുക്കുന്നുണ്ട്, ഈദ് ഓർഡർ കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ ഓർഡർ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്ലാക്കിൻ്റെ പിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമുക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ടാക്കി അയക്കാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും വാട്സപ്പ് നമ്പറും അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID പേരും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അടിപൊളി കളക്ഷൻ നമ്മൾ ഒരുപാട് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, കുറേ ഐറ്റംസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇതിലൊരുപാട് കളേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലുള്ളത് ലാസ്റ്റ് പീസ് റെഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വരുന്ന വെസ്റ്റേൺ ടൈപ്പാണ്.